ആയിട്ടില്ല. എന്റെ തൊഴിലാണ് കുട്ടി. എന്ത് ദൈവത്തിന്റെ പേര് പറഞ്ഞു പൈസ വാങ്ങാൻ ഗൂഗിൾ പേ പറയാ, ഗൂഗിൾ പേ നമ്പർ പറയുന്നത് ഞാൻ ചോദിച്ചു. ദൈവത്തിന് എന്തിനു പൈസ, ദേവിക്ക് എന്തിനു പൈസ? ജീവിക്കാം. ഒരു മനുഷ്യ ദൈവം എന്നുള്ളൊരു സംഭവമാണല്ലോ അല്ലേ? സൃഷ്ടിച്ചല്ല ബുദ്ധിയില്ലോല് മോൻ ദൈവത്തോട് ചോദിക്കൂ. എന്ത് മോന്റെ ചോദ്യങ്ങൾ വസ്ത്രം വാങ്ങിത്തരാനൊക്കെ ദേവിയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തിന് ഈ ചെറിയ ചെറിയ കമന്റ്സിനെ ഭയപ്പെടേണ്ട ആവശ്യം? ഭയപ്പെടണമല്ല, എന്തുകൊണ്ട് റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യം? അതാണ് ഞാൻ ചോദിക്കണ ചോദ്യം. മോനിപ്പോ എന്നോട് സംസാരിക്കുന്നുണ്ട്. ഉണ്ട്. അപ്പൊ ഞാൻ മിണ്ടാതിരുന്നാലോ? മിണ്ടാതിരുന്ന എനിക്കൊരു എന്റെ സംശയം അതാണ്. സോഷ്യൽ മീഡിയയിൽ എന്തിനാണ് അവരുടെ സംശയങ്ങൾ അവരൊന്ന് ചോദിച്ചു. ഓക്കെ അത് എന്തുകൊണ്ട് തെറി വിളിച്ചിട്ട് പറയേണ്ട ആവശ്യം? കാരണം ദേവി എന്ന് പറയുന്ന കുറെ ആൾക്കാർ ആരാധിക്കുന്ന ഒരാളാവും. പിന്നെ പല കുട്ടികളും, ഞാനിപ്പോ ആരും വിശ്വാസമില്ലാതെ നിൽക്കണേ. അപ്പം എനിക്ക് ആരും വിശ്വാസമല്ല, അതാണ് സത്യം. ഇല്ല. അപ്പൊ അതല്ല, ഞാൻ ചോദിച്ചതിന് ഉത്തരം കിട്ടിയില്ല. അതായത് ചെറുപ്പം മുതലേ ഓരോരുത്തർ കാണുന്നുണ്ട് എന്ത് ദൈവങ്ങളാണ്, വലിയ വലിയ ആൾക്കാരാണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ വലിയ ആൾക്കാർ തന്നെ ഇങ്ങനെ തെറികൾ വിളിക്കുമ്പോൾ എന്താ പറയാ, കുട്ടികൾ പഠിക്കണതല്ലേ? അതാ ഞാൻ ചോദിച്ചത്. കുട്ടികൾ നിങ്ങളെ ദൈവത്തിനെ കണ്ടല്ലേ കുട്ടികളൊക്കെ പഠിക്കണത്? ദൈവത്തിന്റെ കാര്യങ്ങളാണല്ലോ കുട്ടികൾ പഠിക്കണത്. പിന്നെ കുട്ടികൾ പിന്നെന്താ നോക്കേണ്ടത്? എല്ലാ കുട്ടികളും മാതാപിതാക്കളും ദൈവം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പറയണത് അല്ലേ? ഈ ദൈവങ്ങൾ എന്തിനാണ് തെറി വിളിക്കണത് ഞാൻ ചോദിക്കുന്നത്. ദേവിയാണ്. ഈ ദേവി എന്തിന് തെറി വിളിക്കണെന്നാ ഞാൻ ചോദിക്കണേ. അതിന്റെ ആവശ്യം എന്താ? ആവശ്യമില്ലല്ലോ മോനെ. എന്റെ ദൈവങ്ങളല്ലല്ലോ. എന്റെ പേര് നാഗ സൈരന്ദ്രി ദേവി. ഉണ്ടോ? ഒരു മനുഷ്യ ദൈവം എന്നുള്ളൊരു സംഭവമാണല്ലോ അല്ലേ? സൃഷ്ടിച്ചല്ല ബുദ്ധിയില്ലോല് ആദ്യം ദേവിയാണെന്ന് പറഞ്ഞത് ദേവിയാണ്. എന്റെ പേരാണ് കുട്ടി ദേവി. ഞാൻ ആദ്യം ചേച്ചിന്ന് വിളിച്ചു, എന്നിട്ടാണ് ഞാൻ ദേവി ആണോ എന്ന് ചോദിച്ചത്. ദേവിയാണെന്ന് പറഞ്ഞു. ദേവിയിൽ ദേവി ഉണ്ടോന്ന് ചോദിച്ചപ്പോ അതെ ദേവിയാണ് ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് ഭാഷകൾ എല്ലാം ഒരുപോലെയാണ്. പക്ഷെ എല്ലാവർക്കും അതുപോലെ ആവൂല. മോനാവില്ല. വേണ്ട, എല്ലാവർക്കും അതുപോലെയാണോ? എല്ലാവർക്കും ഒരു വീട്ടിൽ ഉപയോഗിക്കുന്നതാണോ ഇത് സംഭവം? അല്ല, എന്റെ വീട്ടിൽ ഞാൻ എന്റെ കാര്യം പറയാണ്. വളരെ രസകരമാണ്. അതെ, ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ നന്നായിട്ട് അങ്ങോട്ട് വന്ന് എടുത്തിട്ടുണ്ട്. എല്ലാരും എടുത്തിട്ടുണ്ട്. എന്റെ പൊന്നു കുഞ്ഞ് ഗുരു ദിവ്യ നഗ സൈരന്ദ്രി ദേവി. ഓക്കെ, മോനെ മനസ്സിലാവുന്നുണ്ടോ? അത് പേര് മാത്രം എപ്പോഴും പറഞ്ഞിട്ട് കാര്യമില്ല. ദേവി എന്താണ് കാര്യം എന്ന് പറയണം. അതല്ല, എനിക്കൊരു സംശയമാണ്. എന്തുകൊണ്ട് സംശയം? അതെ. ഓം നമ ശിവായ 75588759593 ഫോൺ പേ ഗൂഗിൾ പേ ചെയ്യും. ഞാൻ ചോദിച്ചു, ദൈവത്തിന് എന്തിനു പൈസ, ദേവിക്ക് എന്തിനു പൈസ? ജീവിക്കാം. അല്ല, ഇന്ന് വളരെ രസകരം. മോൻ എന്തിനാണ് കാശ്? ജീവിക്കാം. പൈസന്റെ ആവശ്യമുണ്ടോ? അതായത് ഞാൻ നിങ്ങളെ കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളോട് പുറത്തു പോയിട്ട് നിങ്ങളുടെ സംശയങ്ങൾ പരിഹരിക്കണം. അല്ല, ലാസ്റ്റ് ഇതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് എന്റെ കുഞ്ഞ് മോനെ, എനിക്ക് വേണ്ടുന്ന അടിവസ്ത്രവും വസ്ത്രമൊക്കെ മോനൊന്ന് വീട്ടിലോട്ടൊന്ന് കൊടുത്തു വിടണേ. നല്ല പഞ്ചസാരയും അരിയും ഉപ്പും മുളകും ഒക്കെ. എനിക്ക് അതൊക്കെ വാങ്ങിക്കണ്ടേ കുട്ടി? അതിന് ദൈവത്തിന് ഉപയോഗിക്കണോ? മോൻ ദൈവത്തിന്റെ കാര്യം പറയുന്നേ. ഞാൻ ഗുരു നാഗ ദിവ്യ സൈരന്ദ്രി ദേവിയുടെ കാര്യം പറയുന്നത്. മോൻ ദൈവത്തോട് ചോദിക്കൂ. എന്ത് മോന്റെ ചോദ്യങ്ങൾ വസ്ത്രം വാങ്ങിത്തരാനൊക്കെ? ഞാൻ എന്റെ വസ്ത്രങ്ങൾ, മോൻ ചോദിക്കുന്ന ചോദ്യം എടുത്ത് പൈസ ഉണ്ടാക്കിയിട്ട് ഞാൻ അടിവസ്ത്രം വാങ്ങിക്കോളാം. അതാണ് എടുത്ത് പൈസ ഉണ്ടാക്കി ഞാൻ അടിവസ്ത്രം വാങ്ങിക്കോളാം.
അപ്പോൾ അതുപോലെ ബാക്കിയുള്ളവരും ചെയ്തു കഴിഞ്ഞാൽ അത്രയും നല്ലത്. ആ ഇത് ഇല്ലാതെ ദൈവത്തിന്റെ പേര് പറഞ്ഞിട്ട് അതിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. മോനെ ഇതിലേറെ വലിയ നാണക്കേട് തൊഴിലാണ്. എനിക്ക് ഉണ്ടായിട്ടില്ല. എന്റെ തൊഴിലാണ് കുട്ടി. എന്ത് ദൈവത്തിന്റെ പേര് പറഞ്ഞ പൈസ വാങ്ങാൻ ഗൂഗിൾ പേ പറയാ, ഗൂഗിൾ പേ നമ്പർ പറയുന്നത് അല്ല, ഇതെന്റെ തൊഴിലാണ്. മോൻ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഞാൻ എന്ത് ചെയ്യുന്നത്? ഇത് തന്നെയാണ് എല്ലാരും ചെയ്യുന്ന. ഇത് തന്നെയല്ലേ മോനും ചെയ്യുന്നത്? ഞാൻ ചെയ്യുന്നില്ലല്ലോ. മോന് അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ വഴിപാട് കൊടുക്കാറുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ചേച്ചി.